ആണ്. എനിക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഹോശാന തുടങ്ങി അടുത്ത ഞായർ വരെയുള്ള വിശുദ്ധ വാരം യേശു കർത്താവിൻ്റെ അന്തിമ ശുശ്രൂഷയുടെ വിശേഷിച്ചും തന്നെ എന്തിനു വേണ്ടിയാണോ പിതാവായ ദൈവം നിയോഗിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിൻ്റെ പ്രത്യേക നിയോഗപ്രകാരമുള്ള ആ ശുശ്രൂഷ കാലയളവാണ്. ഒരിക്കൽ യേശു കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ ചെന്ന് തന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഗെത്സമനയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക, എൻ്റെ നാഴിക വന്നിരിക്കുന്നു, സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് സമയത്തിനു വേണ്ടിയാണോ പിതാവായ ദൈവം തന്നെ നിയോഗിച്ച് അയച്ചത് ആ സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്, ആ നാഴിക അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഗെത്സമനയിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായി സ്തോത്രം പാടി പോകുന്നത്. ആ പെസഹ രാത്രിയിൽ ഞായറാഴ്ച ഹോശന്ന പാടി ആളുകൾ യേശുവിനെ സ്വീകരിച്ചു. അടുത്ത ദിവസം യേശുവിനെ നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കുന്നത് യേശു ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച ഇതുപോലത്തെയുള്ളൊരു ദിവസം യേശു കർത്താവ് ആ ദേവാലയത്തിലുള്ള അവിടുത്തെ ഉപദേഷ്ടക്കാരുമാരുമായി സംവാദിക്കുന്നു, അവരുമായി ഇടപെടുന്നു. അതിനുശേഷം മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ യേശുവിൻ്റെ പ്രസിദ്ധമായ ഒലിവുമല പ്രഭാഷണം നമുക്ക് കാണുവാൻ കഴിയുന്നു. ബുധനാഴ്ച യേശുവിൻ്റെ ശുശ്രൂഷകളൊന്നും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യാഴാഴ്ച പെസഹ ആചരിക്കുന്നു, വെള്ളിയാഴ്ച ക്രൂശീകരിക്കപ്പെടുന്നു, ശനിയാഴ്ച താൻ ആ കല്ലറയിലായിരുന്നാൽ ഞായറാഴ്ച നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മരണം കൊണ്ട് യേശു അവസാനിക്കുകയല്ലായിരുന്നു. പൗലോസ് ഇവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആഴ്ചകൾ നമ്മുടെ ചിന്തകളെല്ലാം ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ആ ഒരു ആത്മീയ ചിന്ത നിങ്ങളുമായൊന്ന് പങ്കുവയ്ക്കുവാനാണ് എനിക്ക് താല്പര്യമുള്ളത്. താൻ പറയുന്നത്, എനിക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഗലാത്യ ലേഖനം വിശേഷിച്ചും യേശു കർത്താവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഗൗരവമായ ഒരു ആത്മീയ വിഷയം സംബന്ധിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഗലാത്യ ലേഖനം എഴുതുന്നത്. 6 അധ്യായങ്ങളും 149 വാക്യങ്ങളുണ്ട്. ഇതിൽ 45-ലധികം തവണ യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്ന പദം നമുക്ക് ആവർത്തിച്ച് കാണാൻ കഴിയുന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെതായ യാതൊരു കർമ്മ പ്രവൃത്തികളും ആവശ്യമില്ല. യേശുവിൽ വിശ്വസിക്കുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം കുറ്റവിമുക്തരാക്കി തീർക്കപ്പെടുക എന്നാണ്. എല്ലാ മനുഷ്യരും കുറ്റം ചെയ്ത് പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം കുറ്റവിമുക്തരായി തീർന്ന് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുക. ഇവിടെ താൻ പറഞ്ഞു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് വ്യക്തിപരമായിട്ട് പ്രശംസിക്കാൻ ഒത്തിരി വകുപ്പുള്ള ആളായിരുന്നു അദ്ദേഹം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ താൻ പറയുന്നത്, എൻ്റെ പഴയ നടപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, യഹൂദ മതത്തെ സംബന്ധിച്ചുള്ള എൻ്റെ എരിവും ഒക്കെ അറിയാം. ഒരു മത തീവ്രവാദിയായിരുന്നു അദ്ദേഹം. നമ്മൾ ഇന്ന് കാണുന്ന പോലെ പലരെയും നമ്മൾ മത തീവ്രവാദി എന്നൊക്കെ വിളിക്കുമ്പോൾ അതുപോലെ ഒരു ഫനാറ്റിക്, ഒരു മത തീവ്രവാദിയായിരുന്നു പൗലോസ്. യഹൂദ മതത്തിനു വേണ്ടി വളരെ തീഷ്ണതയോടെ പ്രവർത്തിച്ച ഈ ക്രിസ്തു വിശ്വാസികളായ ആളുകളെ കൊന്നൊടുക്കി അവരെ കൊല്ലേണ്ടതിനു വേണ്ടിയും പിടിച്ചുകെട്ടേണ്ടതിനു വേണ്ടിയും അധികാരം പ്രാപിച്ചുകൊണ്ട് അശ്വാരൂഢനായി ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്കാണ് താൻ യേശുവിനെ കണ്ടുമുട്ടിയത്. യേശുവിനെ കണ്ടുമുട്ടിയ ശേഷമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസമാണ് പറയുന്നത്. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് താൻ തന്നിൽ തന്നെ പ്രശംസിച്ച ഒരാളാണ്. വ്യക്തിപരമായി തന്റെ യഹൂദ മതത്തിൽ ബെന്യാമിൻ ഗോത്രക്കാരൻ, ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ താൻ അത് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ പൗരൻ, അതുപോലെ തന്നെ ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, എബ്രായരെന്ന് ജനിച്ച എബ്രായരെന്ന് താൻ തന്നെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന എബ്രായരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അങ്ങനെ പോലും ചെയ്യാതെ തൻ്റെ തനതായ ഭാഷ, എബ്രായ ഭാഷ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു എബ്രായരെന്ന് ജനിച്ച എബ്രായൻ. അപ്പം ഭാഷാപരമായി മതപരമായി തൻ്റെ ഗോത്രത്തെ സംബന്ധിച്ചൊക്കെ വളരെ തീഷ്ണതയോടെ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അടുത്ത റബി ആകുവാൻ വേണ്ടി അഭ്യസിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ തൻ്റെ വിശ്വാസത്തെ തീഷ്ണതയോടെ കൊണ്ടുപോകുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് എന്ന പോലെ താനും അവിടെ വിശുദ്ധ ബൈബിൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പൗലോസ് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവിടെ ഉണ്ടെന്ന്. പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, താൻ ഗമാലിയേലിന്റെ ശിഷ്യനായി യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ആ കാലത്ത് താനും ഒരുപക്ഷെ ദൂരെ നിന്ന് കണ്ടു കാണും, അങ്ങ് ഗോൽഗോഥാ കുന്നിൽ ഒരു മനുഷ്യൻ മരിക്കുന്നു.
ആ മരിക്കുന്ന മനുഷ്യനെ കുറിച്ച് തനിക്ക് വ്യക്തമായി പിന്നീട് താൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ യഹൂദ മതത്തിലോ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന പാരമ്പര്യത്തിലോ, താൻ എബ്രായ ഭാഷ മാത്രം സംസാരിക്കുന്ന എബ്രാഹിം എന്നുള്ള, നമുക്കറിയാമല്ലോ ഭാഷാസ്നേഹികളായ ആളുകളുണ്ട്. അങ്ങനെ ഒരു തീവ്രമായ ഭാഷാസ്നേഹിയായിട്ടിരുന്ന യഹൂദ മതത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള തൻ്റെ ആ പ്രശംസയ്ക്ക് വിട്ടിട്ട് താനിപ്പോൾ പറയുകയാണ്, എനിക്കിപ്പോൾ പ്രശംസിക്കുവാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല, യേശുവിന്റെ ക്രൂശാണ്. എന്തുകൊണ്ടാണ് പൗലോസേ അങ്ങ് യേശുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ലഭിക്കുന്ന ചില ഉത്തരങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. സ്റ്റാവറോസ് എന്ന ഗ്രീക്ക് പദമാണ് ഈ ക്രൂശിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാലത്ത് പൗലോസിന്റെയൊക്കെ കാലത്ത് 5 വിധത്തിലുള്ള ക്രൂശ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ പോലെ ഇരിക്കുന്ന ഒരു ക്രൂശ്, അതിൽ കുറ്റവാളികളെ കൈ രണ്ടും മുകളിലോട്ട് ചേർത്തും കാല് താഴോട്ടുമാക്കി ക്രൂശിക്കുന്ന പതിവാണ്. അതിനെ ക്രക്സ് സിംപ്ലെക്സ് എന്നാണ് പറയുന്നത്. മറ്റൊരു ക്രൂശ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി പോലെ. അതുപോലെ തന്നെ മറ്റൊരു ക്രൂശ് ഉണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിലെ എക്സ് പോലെ ഇരിക്കുന്ന, അതിനെ ക്രക്സ് ഡെക്സാറ്റ എന്നാണ് പറയുന്നത്. മറ്റൊരു ക്രൂശ് ഗ്രീക്ക് ക്രോസ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ കണക്കിലെ പ്ലസ് പോലെ ഇരിക്കും. അവസാനത്തെ ഒരു ക്രൂശ് പറയുന്നത് ക്രോസ് ഇമീഷ്യ. ക്രോസ് ഇമീഷ്യ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടിട്ടുള്ള യേശുവിനെയൊക്കെ ക്രൂശിച്ചതുപോലെ വലിയ നീളമുള്ളൊരു തടിയും അതിന് ലംബമായി വെച്ചിരിക്കുന്ന ഒരു കുറുകിയ തടിയും, അതിൽ 2 വശത്തേക്ക് കുറ്റവാളികളുടെ കൈ ചേർത്തടിക്കുകയും കാല് രണ്ടും ഒരുമിച്ച് അടിക്കുകയും ചെയ്യുന്ന വലിയ പ്രാകൃതമായ ഒരു ശിക്ഷാവിധിയായിരുന്നു അത്. യഹൂദമതത്തിൽ ഒരിക്കലും ഒരു ക്രൂശീകരണമില്ലായിരുന്നു. നമുക്കറിയാം, നമ്മൾ ബൈബിൾ വായിച്ചിട്ടുള്ളതുപോലെ യഹൂദമതത്തിലെ ഏറ്റവും ഗൗരവമായ ശിക്ഷാവിധി എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. ഈ മരിച്ചയാള് കുറച്ചുകൂടെ മതദ്രോഹിയോ അല്ലെങ്കിൽ രാജ്യദ്രോഹിയോ ആണെങ്കിൽ ആളുകൾ ഇദ്ദേഹത്തിന്റെ ശിക്ഷാവിധി കണ്ട് ഈ ശിക്ഷ ഒരു മുൻവിധിയായി മനസ്സിലാക്കി ഒരു ആളുകളുടെ മുമ്പിൽ ഇതൊരു പരസ്യമായ കാഴ്ചയായി തീരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ മരത്തിൽ കെട്ടിത്തൂക്കിയിടുമായിരുന്നു. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് അത് പറയാ, അത് യേശുവിനെ മരത്തിന്മേൽ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടെന്ന് വരുമാറ് യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഞാൻ മുമ്പോട്ട് വരുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വിശദമായി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഒരു കുറ്റവാളി, യഹൂദമതത്തിൽ ഒരു കുറ്റവാളി കുറ്റം ചെയ്താൽ അവൻ എത്രയും ഗൗരവമുള്ള കുറ്റമായി ചെയ്തെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയോ ആളുകൾക്ക് പരസ്യമായിട്ടൊരു ഒരു 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 മുന്നറിയിപ്പ് കൊടുക്കത്തക്ക വിധത്തിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിടുമായിരുന്നു. അങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെയുള്ള മൃതദേഹമൊക്കെ അന്ന് വൈകുന്നതിന് മുമ്പ് തന്നെ ഇറക്കി അടക്കുക പതിവുണ്ടായിരുന്നു. ലോകത്തിൽ കാർത്തേജിയർ, ഫെനീഷ്യക്കാർ, അവരാണ് ഈ ക്രൂശീകരണം എന്ന പ്രാകൃതമായ ശിക്ഷാ നടപടി കൊണ്ടുവന്നത്. അത് റോമാക്കാർ അവരുടെ ഭരണത്തിന് കീഴിൽ അത് സ്ഥാപിച്ചു. എന്നാൽ ഒരു റോമൻ പട്ടണത്തിൽ ഒരിടത്ത് പോലും ഒരു ക്രൂശ് ഉയർന്നിട്ടില്ല. കാരണം ക്രൂശ് ഒരു ശാപത്തിന്റെ നിഴലായിട്ട് തന്നെ അവരും കണക്കാക്കിയിരുന്നു. ഒരു റോമ ചരിത്രകാരൻ പറഞ്ഞത്, ഒരു റോമ പൗരന്റെ ശരീരത്തിൽ നിന്നും മാത്രമല്ല അവന്റെ മനസ്സിൽ നിന്നും ചിന്തയിൽ നിന്നും കാഴ്ചയിൽ നിന്ന് പോലും ക്രൂശ് അകന്നു നിൽക്കണം. കാരണം അത്രമാത്രം ക്രൂശ് നിന്ദ്യവും അത്രമാത്രം ക്രൂശ് ശപിക്കപ്പെട്ടതും അത്രമാത്രം ക്രൂശ് അപമാനവുമാണ്. അതുകൊണ്ട് റോമാ നഗരത്തിൽ ഒരിക്കൽ പോലും ഒരു ക്രൂശ് ഉയർന്നിട്ടില്ല. ഒരു റോമൻ പൗരനെയും ക്രൂശിൽ തറച്ചു കൊന്നിട്ടില്ല. അവർ ക്രൂശിൽ തറച്ചു കൊന്നിട്ടുള്ളതെല്ലാം ഒന്നെങ്കിൽ അടിമകളോ അല്ലെങ്കിൽ അതുപോലെ രാജ്യദ്രോഹം കുറ്റം ചെയ്തിട്ടുള്ള റോമ പൗരന്മാരല്ലാത്തവരെ മാത്രമേ ആ വിധത്തിൽ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അത് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് ഈ ക്രൂശിൽ വളരെ പ്രശംസയാ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ക്രൂശിൽ മരിക്കുന്നവൻ, ചരിത്രകാരന്മാർ പറയുന്നത് 1000 തവണ മരിക്കുന്ന 1000 തവണ മരിക്കുന്ന വേദനയാ ക്രൂശിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കൈകൾ രണ്ടും 2 വശത്തേക്ക് ചേർത്തടിച്ചിട്ട് കൈത്തണ്ടയിൽ ആണി അടിച്ചിറക്കുകയും കാല് രണ്ടും ചേർത്തടിച്ച് കാലിലേക്ക് ആണി അടിച്ചിറക്കുകയും വലിയ കുഴിയിലേക്ക് ഈ കുരിശും മരമെടുത്ത് തവളോട്ടിടുകയാണ്. താഴോട്ടിടുമ്പോൾ അവരുടെ അസ്ഥികളുടെ ബന്ധങ്ങൾ തമ്മിൽ വിട്ടുപോകും. അതൊക്കെ പ്രവചനാത്മാവിൽ ദാവീദ് ജീവിച്ചിരുന്ന കാലത്ത് കുരിശില്ലായിരുന്നു. പക്ഷെങ്കിൽ പ്രവചനത്തിന്റെ ആത്മാവിൽ താൻ കണ്ടുകൊണ്ട് പറഞ്ഞു, അവൻ വെള്ളം പോലെ തൂകിപ്പോയി, ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം തൂകിപ്പോകുന്നത് പോലെ അവന്റെ അസ്ഥികൾ ബന്ധം വിടുമാറ് അവിധത്തിൽ അത്ര ക്രൂരമായിരുന്നു യേശുവിന്റെ ക്രൂശീകരണം. ഇവിടെ ഞാനിത് പറയുമ്പോൾ നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു, നമുക്ക് പകരമായിട്ടായിരുന്നു യേശു ഈ ക്രൂശിൽ മരിച്ചതെന്നുള്ള ഒരു ധ്യാനം നമ്മെ
നിശ്ചയമായും കർത്താവിൻ്റെ ഉള്ള സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ക്രൂശിൽ മരിക്കുന്ന ഒരു മനുഷ്യന്റെ ഓരോ കോശങ്ങളിലും അതികഠിനമായ വേദന അനുഭവിക്കും. ആണിപ്പഴുതുകളിലൂടെ ഈ രക്തം ഇറ്റിറ്റ് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 36 മണിക്കൂർ 1.5 ദിവസമെങ്കിലും എടുക്കും സാധാരണ ഒരു ക്രൂശിൽ മരിക്കുന്ന മനുഷ്യൻ മരിക്കുവാൻ വേണ്ടി. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. യേശുവിന്റെ കാര്യത്തിൽ യേശുവിനെ ക്രൂശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ശബത്ത് ദിനമായതുകൊണ്ട് ആ ദിവസം മൃതദേഹം ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാൻ അവർ ഇഷ്ടപ്പെടാതിരുന്നുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന ആളുകൾ രണ്ടുപേരുടെയും കാല് തല്ലി ഓടിച്ചു. യേശുവിന്റെ അരികിൽ വന്നപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും പുറത്തു വന്ന വാസ്തവത്തിൽ ഈ റിപ്പോർട്ട് കൊണ്ട് പീലാത്തോസിന്റെ അരികിൽ കൊടുക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ ഇത്ര വേഗത്തിൽ മരിച്ചുപോയോ എന്ന് ചോദിക്കുന്നത്. കാരണം പ്രിയപ്പെട്ടവരെ, ആ ഭാഗം വായിക്കുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അവൻ വേഗത്തിൽ മരിച്ചതല്ല, ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. ലോകത്തിൽ ആരും നിശ്ചയിച്ച സമയത്തോ ആരും പ്രതീക്ഷിച്ച സമയത്തോ അല്ല യേശുവിന്റെ മരണം. തക്ക സമയത്ത് ആർക്കു വേണ്ടി? അഭക്തർക്ക് വേണ്ടി, ഭക്തികെട്ടവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. എപ്പോഴാ മരിച്ചത്? അവൻ തക്ക സമയത്ത് മരിച്ചു. സത്യത്തിൽ അതിന്റെ മൂലഭാഷയിലെ വ്യാഖ്യാനം പറയുന്നത്, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്കിനി ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കാൻ കഴിയാതെ ചരിത്രത്തിന്റെ ഇടനാഴിയിൽ മനുഷ്യകുലം ഇടറി നിൽക്കുമ്പോൾ, ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കുവാൻ കഴിയാതെ വരുമ്പോൾ യെരുശലേമിന്റെ തെരുവിലൂടെ ആ ക്രൂശുമരം ചുമന്നുകൊണ്ട് അവൻ തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം ക്രൂശിൽ മരിക്കുന്ന യേശു ഒരു ആളുകളെ സംബന്ധിച്ച് ഒരു ശാപമായിരുന്നു. ഈ ക്രൂശീകരണം അവസാനിപ്പിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 315 അദ്ദേഹം രാജ്യഭാരം റോമാ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോഴാണ്. അതിനുശേഷമാണ് ഈ ക്രൂശീകരണം അവസാനിപ്പിക്കുന്നത്. അതുവരെയും ക്രൂശീകരണം ഉണ്ടായിരുന്നു. പൗലോസ് പറയുക, എനിക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ മാത്രമേ പ്രശംസിക്കാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ കാരണം താൻ പറയുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. പൗലോസിനോട് ചോദിക്കാം, പൗലോസേ എന്താ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്? താൻ പറയുന്നത്, ഐ നോ ദ പേഴ്സൺ ഓൺ ദ ക്രോസ്. ആ ക്രൂശിൽ മരിക്കുന്ന മനുഷ്യനെ എനിക്കറിയാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഗമാലിയേലിന്റെ ശിഷ്യനായി യെരൂശലേമിൽ താൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ക്രൂശിന്റെ തോട്ടിൽ താനില്ലായിരുന്നെങ്കിലും യെരൂശലേമിൽ നിന്ന് ഗിബെയയ്ക്ക് പോകുന്ന ഒരു രാജവീതിയാണ് ഈ ക്രൂശീകരണം നടക്കുന്ന ഗോൽഗോത്ത എന്ന കുന്നിന്റെ താഴെയുള്ളത്. ദൂരെ നോക്കിയാൽ ഒരു തലയോട്ടിക്ക് സമാനമാണ് ആ കുന്ന് കാണുന്നത്. കണ്ണുപോലെ 2 കുഴിവുകൾ, മനുഷ്യന്റെ മൂക്ക് പോലെ 2 ചെറിയ ദ്വാരങ്ങൾ, വാ പോലെ പുലർന്നിരിക്കുന്ന മറ്റൊരു ഭാഗം. ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു മനുഷ്യന്റെ തലയോട്ടിക്ക് സമമാണ്. അതുകൊണ്ടാണ് അതിനെ തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്നും കാൽവറി എന്നുമൊക്കെ വിവിധ ഭാഷകളിൽ വിളിച്ചിരുന്നത്. അത് വാസ്തവത്തിൽ ഒരു കൊലക്കളമായിരുന്നു. കുറ്റവാളികളെ പരസ്യമായി വിചാരണ ചെയ്ത് കുറ്റം ചെയ്ത് ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പരസ്യ കൊലക്കളമായിരുന്നു. യെരൂശലേം നഗരത്തിന് വെളിയിലാണത്. യെരൂശലേമിൽ നിന്ന് ഗിബെയയ്ക്ക് പോണ പ്രധാന രാജവീതിയുടെ ഒരു കുന്നിൻപുറത്താണ് ഈ ക്രൂശ് മരമുള്ളത്. പക്ഷെങ്കിൽ താൻ പറയുക, എനിക്ക് ഈ ക്രൂശിൽ പ്രശംസിക്കുക. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ക്രൂശിനെ നമ്മൾ ആരാധിക്കുകയല്ല, ക്രൂശ് നമ്മുടെ വിജയത്തിന്റെ പ്രതീകമായി. അതിന്റെ കാരണം ക്രൂശിൽ മരിച്ച യേശുവ ക്രൂശിനെ വലുതാക്കി തീർത്തത്, ക്രൂശിനെ മഹത്വവൽക്കരിച്ചത് വേറെ ഒന്നുമല്ല. ക്രൂശിന്റെ തടിയുടെ വിശേഷത അതിന്റെ ഭാരമല്ല. പലപ്പോഴും നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഭാരവും ആ മരമേതാണെന്നൊക്കെ പറയും. ആ മരമേതായാലും അതിന്റെ ഭാരം എത്രയായാലും ആ ക്രൂശിൽ മരിച്ച യേശുവ ക്രൂശിനെ മഹത്വവൽക്കരിച്ചത്. അത് നമ്മുടെ വിജയത്തിന്റെ പ്രതീകമായി മാറി. ഇന്നും ഈ രാത്രിയിലും ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ക്രൂശിൽക്കപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ നിരവധി ആളുകൾ അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്രയും ഇപ്രയുമായി 2 കള്ളന്മാരെ അവിടുന്ന് ക്രൂശീകരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ യേശുവിന്റെ ക്രൂശീകരണം നടക്കുമ്പോൾ രക്ഷപ്പെട്ടത് ബറബാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയായിരുന്നു. ബറബാസിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്നത് പട്ടണത്തിൽ നടന്ന കലഹവും കുലയും നിമിത്തം ബന്ധിതനായതെന്നാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. പക്ഷെങ്കിൽ അന്ന് യേശുവിന്റെ വിചാരണ നടക്കുമ്പോൾ
യഹൂദ മതാനുസാരികളും യഹൂദ ജനമെല്ലാം ഒരുപോലെ വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇന്ന് രാവിലെ ഈ ഭാഗം വായിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, ലൂക്കോസ് സുവിശേഷകൻ 7 പ്രാവശ്യം യേശുവിനെ വിചാരണ പലതരത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ എന്തെങ്കിലും പറ, എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 3 തവണ യേശു കർത്താവ് പീലാത്തോസ് എന്ന് പറയും, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവും കാണാതിരുന്നിട്ടും പിന്നെയും പീലാത്തോസിന് ശിക്ഷ വിധിക്കേണ്ടി വന്നു. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, അത് ദൈവ നിർണയമായിരുന്നു. എപ്പോഴാ ഇത് നിർണയിച്ചെന്നറിയാമോ? ഉലക സ്ഥാപനത്തിന് മുമ്പ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ലേ? 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു ശിഷ്യൻ, അദ്ദേഹം പിൽക്കാലത്ത് ആത്മനിറവോടെ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ: പീലാത്തോസിന്റെയും കയ്യപ്പാവിന്റെയും ഗൂഢാലോചനയ്ക്ക് ഇരയായി തീർന്ന യേശുവെന്നല്ല, തന്നെ കഴിഞ്ഞും ബലമേറിയവരുടെ വാളിനിരയായി തീർന്ന അവരുടെ ഗൂഢാലോചനയ്ക്ക് ഇരയായി തീർന്ന യേശുവെന്നല്ല, ലോക സ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പായി മാനവകുലത്തിന്റെ വിമോചനത്തിനും രക്ഷയ്ക്കും അവരുടെ വീണ്ടെടുപ്പിനുമായി ദൈവം യുഗങ്ങൾക്ക് പുറകിൽ പ്ലാൻ ചെയ്തതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർപ്പ്, ഇനി യേശുവിന്റെ മടങ്ങിവരവ്, ഇതൊന്നും യാദൃശ്ചിക സംഭവങ്ങളല്ല പ്രിയപ്പെട്ടവരെ, അത് തിരുവെഴുത്തിൻ പ്രകാരം യുഗങ്ങൾക്ക് പുറകെ ദൈവം പ്ലാൻ ചെയ്തതിന് ഒത്തവണ്ണമായി അവിധത്തിലായിരുന്നു. അങ്ങനെ പിലാത്തോസ് അപ്രയും ഇപ്രയുമായി 2 കള്ളന്മാരെ കൂടെ യേശുവിനോട് ഒപ്പം ശിക്ഷ വിധിച്ചു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, യേശുക്രിസ്തു ഒരു കത്രീത്രന്റെ നടുവിൽ 2 മെഴുകുതിരിക്കാലിന്റെ ഇടയിലല്ല മരിച്ചത്, കാൽവരി കുന്നിൽ 2 കള്ളന്മാരുടെ നടുവിൽ. അവരെ കൊണ്ടാ പൗലോസ് പറയുന്നത്, എനിക്ക് ആ ക്രൂശിൽ പ്രശംസിക്കുന്ന അതിന്റെ കാരണം, എനിക്ക് ആ ക്രൂശിൽ മരിക്കുന്ന ആളെ അറിയാം. ആരാണ് ആ ക്രൂശിൽ മരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, നമ്മുടെയും പ്രശംസ അതുതന്നെയാ. ഈ ക്രൂശിൽ മരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. അത് ജോസഫിന്റെയും മറിയയുടെയും മകനല്ല. ആ ക്രൂശിന്മേൽ ഒരു മേലെഴുത്തുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുകയാ. വായിക്കുന്നത് എങ്ങനെയാ? നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ചെന്നാൽ പള്ളികൾക്കകത്തുള്ള കുരിശിൽ നമ്മൾ സാധാരണ കാണുന്ന കുരിശിൻ്റെ അകത്തെല്ലാം ഉണ്ട് INRI എന്നൊരു 4 അക്ഷരം എഴുതിയിട്ടുണ്ട്. ലത്തീൻ ഭാഷയിൽ, റോമാ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. INRI എന്ന് പറഞ്ഞാൽ ഈശോസ് നാസറീൻസ് റെക്സ് യൂദരേയം, നസറേനായ യേശു, യഹൂദന്മാരുടെ രാജാവെന്ന ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുക, എനിക്കറിയാം ഈ ക്രൂശിൽ മരിക്കുന്നത് ആരാണെന്ന്. ഇതൊരു സാധാരണക്കാരനല്ല മരിക്കുന്നത്, ഇവിടെ മരിക്കുന്നത് ഒരു രാജാവാണ് മരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. രാജാക്കന്മാർ പ്രജകളെ കൊന്നൊടുക്കി, മറ്റ് സഹരാജാക്കന്മാരെ കൊന്നൊടുക്കി, ആയിരങ്ങളെ കൊന്നൊടുക്കി, ഇവിടെ ചോര പുഴകൾ ഒഴുക്കി അവർ രാജ്യഭാരം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ക്രൂശിൽ ഒരു രാജാവ് മരിക്കുകയാ. ആർക്കു വേണ്ടിയാ? തന്റെ പ്രജകൾക്ക് വേണ്ടി, താൻ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ലോകത്തിനു വേണ്ടി തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് ഒരു രാജാവ് മരിക്കുകയാണ്. അങ്ങനെ ഒരു രാജാവിനെ ഈ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താൻ ഭരിക്കേണ്ട, തനിക്ക് വേണ്ടി ജീവിക്കേണ്ട ആളുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് മരിക്കുകയാണ്. ഈ മരിക്കുന്ന ആളെ പൗലോസ് പറയും, എനിക്കറിയാം ഈ ആൾ ആരാണെന്ന്. ഇത് രാജാവായി മരിക്കുന്നത്. ആരുടെ രാജാവാ? യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, സകല ലോകത്തിന്റെയും രാജാവായി അധിപതിയായി വന്നവൻ. വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാകുന്നുവോ? യേശുവിന്റെ ഉത്തരം, അതെ, ഞാൻ രാജാവാണ്. പീലാത്തോസിന്റെ അടുത്ത ചോദ്യം, ഏതാ നിന്റെ രാജ്യം? തന്നോട് ആളുകൾ പറഞ്ഞത്, യഹൂദ രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളായ സീലോട്ടുകൾ, എരിവുകാരെന്ന് പറയുന്ന വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ നേതാവായിരുന്നു ബറബാസ്. ബറബാസിനെ പോലുള്ള നിരവധി ആളുകൾ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദ മതത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ ദാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ യഹൂദ സാമ്രാജ്യത്തിന് വേണ്ടി, യഹൂദ ജനതയ്ക്ക് വേണ്ടി വന്ന ഒരു രക്ഷകനാകുന്നു എന്നാണ് താൻ വിചാരിച്ചതെന്നാൽ യേശു പറയുന്നത്, എന്റെ രാജ്യം ഐഹികമല്ല,
ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ അട്ടിമറിച്ചിട്ട് മറ്റൊരു രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി വന്ന ഒരു ഇഹലോക രാജ്യ സ്ഥാപകത്തിന് വേണ്ടി വന്നവനല്ല. എന്റെ രാജ്യം ഐഹികമല്ല. എവിടെയാണോ യേശുവിനെ രാജാവായി സ്വീകരിക്കുന്നത്, എവിടെയാണോ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത്, അവിടെയാണ് നമ്മൾ ദൈവരാജ്യം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും യേശു കർത്താവ് സംസാരിക്കുമ്പോൾ പറയുന്നത്, എന്റെ രാജ്യം നിങ്ങളുടെ നടുവിലുണ്ട്, ദൈവരാജ്യം നമ്മുടെ നടുവിലുണ്ട്. എവിടെ ആര് യേശുവിനെ കർത്താവായി സ്വീകരിക്കും? ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ തടവിൽ കിടക്കുന്നു. അദ്ദേഹം ആളയച്ചു യേശുവിനോട് ചോദിച്ചു, വരുവാനുള്ള മിശിഹ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ? യേശുവിന്റെ മറുപടി, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. അങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി യോഹന്നാനോട് പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് കുരുടർ കാണും, മുടന്തർ നടക്കും, ഊമർ സംസാരിക്കും, ചെകിടർ കേൾക്കും, രോഗികൾ സൗഖ്യമാകും. ഇത് രാത്രിയിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കുന്നു, അവിടെയൊക്കെ യേശു എവിടെ രാജാവായി വാഴുന്നു, അവിടെ ദൈവരാജ്യമുണ്ട്. ഒരു വ്യക്തി യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിനകത്ത്, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അപ്പുറയും ഇപ്പുറയും എന്ത് സംഭവിക്കുന്നു എന്നതിനെ അപ്പുറമായി യേശു അവിടെ രാജാവായി വാഴും. അവിടെ ദൈവരാജ്യത്തിന്റെ മഹത്വം, ദൈവരാജ്യത്തിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് സുവിശേഷം പറയുന്നത് രോഗികൾ സൗഖ്യമാകുന്നത്, ഭൂതങ്ങൾ മാറിപ്പോകുന്നത്, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത്. അല്പനിമിഷം മുമ്പ് പ്രിയ കർത്തദാസൻ വിജയ് ബ്രദർ പറഞ്ഞപ്പോൾ പറഞ്ഞു, പാപത്തിന്റെ അധീനതയിൽ നിന്ന്, മദ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗത്തിന്റെ പിടിയിൽ നിന്ന്, വലിയ തകർച്ചകളിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നതിന് കാരണം അതിന്റെ രഹസ്യം വേറെയൊന്നുമല്ല, അത് ദൈവരാജ്യത്തിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിക്കുമോ അവിടെ അത് അനുഭവിക്കുവാൻ കഴിയും. നമ്മൾ പറഞ്ഞു വരുന്നോണ്ടിരിക്കുന്നത്, പൗലോസ് പറയാ, ഐ നോ ദ പേഴ്സൺ ഓൺ ദ ക്രോസ്. ഈ ക്രൂശിലുള്ള വ്യക്തിയെ എനിക്കറിയാം, അത് വേറെ ആരുമല്ല, അവൻ രാജാവാ. യേശുവിനോട് കൂടെ ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുവൻ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് അത് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെയാ, 23-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ പ്ലീസ്? യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 42 ചേർത്ത് വെച്ച്. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ക്രൂശീകരണം നടക്കുന്ന ആ സന്ദർഭത്തിൽ യേശുവിന്റെ ക്രൂശിന്റെ ഇരുവശത്തുമായി 2 അധർമ്മികൾ കിടക്കുന്നു. കേവലം കള്ളന്മാരല്ല പ്രിയപ്പെട്ടവരെ, അവര് പരസ്യമായി തന്നെ പിടിച്ചു പറിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ബറബ്ബാസിന്റെ സംഘത്തിൽപ്പെട്ടവർ. അവരവരുടെ സൈന്യവും അവരുടെ ആയുധബലവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പണത്തിന് വേണ്ടി മറ്റുമൊക്കെയായി ആളുകളിൽ നിന്ന് പരസ്യമായി തന്നെ പിടിച്ചു പറിക്കുകയും ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ 2 പേരും 3 പേരെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാ. എന്നാൽ ബറബ്ബാസിനെ വിട്ടുകൊടുത്തു. അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ ക്രൂശിക്കുക, ബറബ്ബാസിനെ വിട്ടുതരിക. ഞാൻ അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ലോകത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത എത്ര വലിയ ഭീകരനാണെങ്കിലും അവന് വേണ്ടിയും കൂടെ യേശു മരിച്ചത്. അന്ന് അക്ഷരാർത്ഥത്തിൽ ബറബ്ബാസ് എന്ന് പറയുന്ന ഒരു ഭീകരൻ രക്ഷപ്പെടുകയായിരുന്നു. ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ബറബ്ബാസിന്റെ കൂട്ടത്തിലുള്ള 2 പേര് അവരെ ക്രൂശീകരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ബറബ്ബാസിനെ മാത്രം അവിടെ സ്വതന്ത്രമാക്കുന്നു. ബറബ്ബാസ് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട്. അതാരാന്നവൻ അന്വേഷിച്ചപ്പോൾ അത് വേറെ ആരുമല്ല, നസ്രയനായ യേശുവ. ഒരിക്കൽ ബറബ്ബാസും യേശുവും തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്തൊരു സന്ദർഭം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് യൂദയുടെ നേതൃത്വത്തിലായിരുന്നു. യൂദ ഒരു യഹൂദ മത സ്വാതന്ത്ര്യ ദാഹിയായിരുന്നു. യൂദ വിചാരിച്ചു, ബറബ്ബാസിന്റെ ഈ ആയുധബലവും യേശുവിന്റെ ഈ സംഘബലം കൂടെ ഉണ്ടെങ്കിൽ നിരങ്കുശമായ റോമാ സാമ്രാജ്യത്തിന്റെ അധപ്പതനം നമുക്ക് വേഗത്തിൽ കാണാം, ഒരു സ്വതന്ത്ര യഹൂദ രാഷ്ട്രം കണ്ടെത്തുവാൻ കഴിയുമെന്ന് വിചാരിച്ച് അദ്ദേഹം യേശുവും ബറബ്ബാസും തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്ന് യേശു ബറബ്ബാസിനോട് പറഞ്ഞു, നിന്റെ ഉദ്ദേശം നടക്കുകയില്ല, പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്ന് യേശുവിനോട് പറഞ്ഞത്, വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം. അക്ഷരാർത്ഥത്തിൽ ബറബ്ബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വതന്ത്രനാകുമ്പോൾ തനിക്ക് പകരമായി യേശു ക്രൂശിലേറുകയായിരുന്നു.
ആ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുവൻ പറയുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവന് മനസ്സിലായി, ഈ മരിക്കുന്നത് കേവലം ഒരു മനുഷ്യനല്ല, ഇവൻ ഏതെങ്കിലും കുറ്റം ചെയ്ത ഒരു കുറ്റവാളിയല്ല, ഏതെങ്കിലും ദ്രോഹം ചെയ്തവനല്ല, ഇവൻ ഒരു രാജ്യദ്രോഹിയല്ല, സാമൂഹ്യ ദ്രോഹിയല്ല. അവനും ക്രൂശിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടു, അവിടെ എഴുതിയിരിക്കുക, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ഇവൻ പറയുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഡിസ്മസ്, മിഖായ് എന്ന് പറയുന്ന രണ്ട് മനുഷ്യരായിരുന്നു അവര്. ഇവരെ പറ്റിയും യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. യേശു ജനിച്ചതിന് ശേഷമായി തൻ്റെ മാതാപിതാക്കൾ തന്നെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പം, ഇവരന്ന് ഈ ബറവാസിന്റെ സംഘത്തിൽപ്പെട്ടവരാണ്. ഒരു വഴിയെ പോകുന്ന ആളുകളെയൊക്കെ ആക്രമിക്കുകയും പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്യും. യേശുവിൻ്റെ മാതാപിതാക്കളെയും ഇവർ തടഞ്ഞു വെച്ചു, ആക്രമിച്ചു. കാരണം അവരുടെ കൈവശലും ഈ രാജാക്കന്മാർ കൊണ്ടുകൊടുത്ത പൊന്നും മൂരുമൊക്കെ ഉണ്ടല്ലോ. ഈ പൊന്നൊക്കെ ഉണ്ട് നിർത്തിയിട്ട് ഇവർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ശിശുവിനെ കണ്ടിട്ട് ഇതിൽ ഒരു കള്ളൻ പറഞ്ഞു, ഇവരെ നമുക്ക് ആക്രമിക്കണ്ട, ഇവരെ വെറുതെ വിട്ടേക്കാം. ആ കുഞ്ഞിന്റെ മുഖത്ത് കണ്ട ദിവ്യ സൗന്ദര്യം കണ്ടിട്ട് അവന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങെന്തെങ്കിലും എന്നെ ഓർക്കാൻ ഒരു അവസരമുണ്ടായാൽ എന്നെ ഓർക്കണമേ. അത് ഓർക്കുന്നത് ഇങ്ങനെ ഒരു സന്ദർഭത്തിലാകുന്ന താനും വിചാരിച്ച് കാണത്തില്ല. എന്നാൽ ഇപ്പം താൻ അതേ പദം ആവർത്തിക്കുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമേ. ഇവിടെ മരിക്കുന്ന പൗലോസ് പറയാ, ഞാൻ ഈ ക്രൂശിൽ പ്രശംസിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ ക്രൂശിൽ മരിക്കുന്നത് ലോകത്തിന്റെ രാജാവായിരിക്കുന്നവൻ, എന്റെയും നിങ്ങളുടെയും രാജാവായിരിക്കുന്നവൻ. പൗലോസ് പറയാം, അതുകൊണ്ട് എനിക്ക് ഈ ക്രൂശിൽ വളരെ പ്രശംസ തോന്നുന്നു. കാരണം മരിക്കുന്നത് ആരാന്ന് എനിക്കറിയാം. 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഇദ്ദേഹം പറയുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമേ. നമ്മൾ ക്രൂശിലെ 7 മൊഴികൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിക്കും നമ്മുടെ ദേവാലയങ്ങളിലോ ആരാധനാ കേന്ദ്രങ്ങളിലോ ഒക്കെ. എന്നാൽ ക്രൂശിനെ നോക്കി 7 മൊഴികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ആ 7 മൊഴികളിൽ 6 നീ താഴോട്ട് ഇറങ്ങി വാ എന്നാ പറയുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, നീ അല്ലേ ഈ ദേവാലയം പൊളിച്ചു പണി എന്ന് പറഞ്ഞവനല്ലേ, നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെ കൂടെ രക്ഷിക്കെന്ന് പറഞ്ഞ് 6 മൊഴികളും ക്രൂശിനെ നോക്കി പറയുന്നത്, നീ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ഒരുവൻ മാത്രം പറയുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമേ. കാരണം അവന് മനസ്സിലായി, മരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അടിമ മരിക്കുന്നത് പോലെയാണ് മരിക്കുന്നതെങ്കിലും, ഒരു കുറ്റവാളിയെ പോലെ പരസ്യമായിട്ടാണ് മരിക്കുന്നതെങ്കിലും, അതിവേദന ഏറ്റുകൊണ്ട് തന്റെ അവസാനത്തെ തുള്ളി രക്തവും ചിന്തിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിലും, ഈ മരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ രാജാവാ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൂസിൽ പ്രശംസിക്കുന്നത്. പിന്നെയും ആ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഈ മനുഷ്യൻ പറയുന്നുണ്ട്, തൻ്റെ കൂട്ടാളിയോട് പറയുന്നുണ്ട്, നമ്മൾ സമശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ടും നീ ദൈവത്തെ തിരിച്ചറിയുന്നില്ലയോ? യേശു രാജാവ് മാത്രമല്ല, അവൻ ദൈവവും കൂടിയാണ്. ദൈവപുത്രൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുകയാണ്, നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി. യേശു രാജാവാണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ജനനം തൊട്ടേ രാജാവായിരുന്നു. കിഴക്കത്ത് വന്ന വിദ്വാൻമാർ പറയുന്നത്, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? അവന്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. കിഴക്ക് വന്ന വിദ്വാൻമാരെ കുറിച്ചും ചരിത്രകാരന്മാർ പറയുന്നത്, അവർ ഹിന്ദുക്കുഷ് പർവ്വതനിരയുടെ താഴ്വാരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരായിരുന്നു. അവർ രാജാക്കന്മാരായിരുന്നു, വാനനിരീക്ഷക ശാസ്ത്രികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവർ അസാധാരണമായ ഒരു നക്ഷത്രം ആകാശത്തിൽ കണ്ടപ്പോൾ, അവരതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ നക്ഷത്രമല്ല, എവിടെയോ ഒരു രാജകുമാരൻ ജനിച്ചിരിക്കുന്നു, ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. അവർ ആ നക്ഷത്രത്തിന് മെസോറി എന്ന് പേരിട്ടു. മെസോറി എന്ന് പറഞ്ഞ ദ സ്റ്റാർ ഓഫ് കിങ്, ഒരു രാജകുമാരന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രം എന്നാ. അവർ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും പരതിയിട്ട് എവിടെയും കണ്ടെത്തിയില്ല. എന്നാൽ യഹൂദന്മാരുടെ തോറ, ന്യായപ്രമാണം, സംഖ്യാപുസ്തകം 24-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവിടെ അവർക്ക് മനസ്സിലായി, അവിടെ എഴുതിയിരിക്കുക, ഞാൻ യെരൂശലേമിൽ നിന്ന്, ഇസ്രായേലിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, യാക്കോബിൽ നിന്നൊരു ചെങ്കോൽ ഉയരും.
ആര് പ്രവചിച്ചാന്നറിയാമോ? ഒരു പ്രവാചകനൊന്നുമല്ല, ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി വന്ന ബിലയാമെന്ന് പറയുന്നവന്റെ വായിൽ ദൈവം സുഭാഷിതം കൊടുത്തിട്ട് പറഞ്ഞതാ, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ വീരും, യഹൂദയിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അവൻ ഭൂമിയെ മുഴുവൻ അടക്കി വാരുന്നവനായിരിക്കും. ഇപ്പോഴല്ല, അടുത്തല്ല താനും, ഞാൻ അവനെ കാണുന്നുണ്ട്. ചരിത്രത്തിൽ ഈ രാജാവ് വരുമെന്നറിഞ്ഞ് ഈ ന്യായപ്രമാണ ഗ്രന്ഥത്തിൽ നിന്ന് ഇതും മനസ്സിലാക്കിയിട്ട അവർ സാവധാനം ആ ഹിന്ദുക്കുഷ് പർവ്വത നിരയുടെ താഴ്വാരം താണ്ടി ജെറുസലേമിലെത്തുന്നത്, ബെത്ലഹേമിലെത്തി. ഈ ഹെരോദാവിനോട് ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാ? അവൻ രാജാവായിട്ടാണ് ജനിച്ചത്. ഈ ഭൂമിയിൽ നമ്മൾ കാണുമ്പോൾ യേശുവിനെ വലിയ ദാരിദ്ര്യത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമൊന്നും അനുഭവിച്ചില്ല. നമ്മൾ കാണുന്നില്ലേ, യോഹന്നാൻ സ്നാപകൻ പോലും പറയുന്നത് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്നാ. എന്ന് പറഞ്ഞാൽ നല്ല വാറുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് മാന്യമായിട്ടാണ് യേശു ജീവിച്ചിരുന്നത്. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവന്റെ വസ്ത്രം ഓരോരുത്തർ പകുത്തെടുത്തു, എന്നിട്ട് അവന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാന്യമായ ഏറ്റവും വില കൂടിയ വിലയേറിയ അങ്കിയൊക്കെ ധരിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് യേശു ജീവിച്ചത്. എന്നാൽ യേശു ദരിദ്രനായി തീർന്നത് വാസ്തവത്തിൽ ക്രൂശിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, യേശു രാജാവ്, യേശു രോഗികളെ സൗഖ്യമാക്കി എപ്പോഴേ പറഞ്ഞത്, നിങ്ങളിത് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഹോസന്ന ദിവസം പ്രവചനത്തിന്റെ നിവൃത്തി എന്ന പോലെ യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പം ജെറുസലേം പട്ടണം മുഴുവൻ ഇളകി മറിഞ്ഞു. വാസ്തവത്തിൽ അന്നാണ് യേശു തന്റെ രാജത്വം ഏറ്റെടുക്കുന്ന ആ ദിവസം. രാജാവായി അഭിഷേകം ചെയ്ത പഴയ നിയമ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പം ശലോമോൻ യുവരാജാവാകുന്നതും അതുപോലെ യേശുവിനെ രാജാവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോവർ കഴുതപ്പുറത്ത് വന്നിട്ട് ജനമെല്ലാം അവരുടെ മുമ്പിൽ വസ്ത്രം ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ യേശു തന്റെ രാജ്യത്വം ഏറ്റെടുത്തുകൊണ്ട് സഖറിയ പ്രവാചകൻ പ്രവചിക്കുന്നത് പോലെ, ആ പ്രവചനത്തിന്റെ നിവൃത്തിയെന്ന പോലെ രാജാവായിട്ട് അവിടേക്ക് പ്രവേശിക്കുന്നത് അന്ന് ഹോസന്നയിലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് യേശുവിന്റെ ഈ ക്രൂശീകരണവും ക്രൂശിലെ മരണവുമെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് ഈ ക്രൂശിൽ പ്രശംസിക്കേണ്ടുള്ള കാരണം ഈ ക്രൂശിൽ മരിക്കുന്നത് ആരാന്ന് എനിക്കറിയാം. ഒന്ന്, അവൻ രാജാവാ. രണ്ട്, ഇവിടെ ഈ അതിക്രമികളിൽ ഒരുവൻ തന്നെ പറയുന്നത് അവൻ ദൈവമാ. ദൈവം മനുഷ്യനായി തീർന്നവൻ, വേഷത്തിൽ മനുഷ്യനായി. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസനായി തീർന്നവൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി. ആ ഭാഗത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അവിടെ നിന്ന് മുമ്പോട്ട് പോകുക. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, നീ ക്രിസ്തുവല്ലയോ? ക്രിസ്തു എന്ന വാക്കിന് അഭിഷിക്തൻ എന്നർത്ഥം. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളെ വിടുവിക്കേണ്ടതിന് വേണ്ടി. യെശയ്യാ പ്രവാചകൻ 61-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച്, യേശു ജനിക്കുന്നതിന് 700-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ, ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ച് പ്രവചിക്കുക. യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ, ആദ്യത്തെ പ്രഭാഷണം നസറേത്തിലെ ദേവാലയത്തിൽ വെച്ചായിരുന്നു. അന്ന് ഈ വേദഭാഗം എടുത്ത് വായിച്ചു ഉദ്ധരിച്ചുകൊണ്ട് യേശു പറയുക, ഇന്ന് ഈ വചനത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുഗങ്ങൾക്ക് പുറകിൽ ദൈവം അഭിഷേകം ചെയ്ത് കാലത്തിന്റെ സമ്പൂർണതയിൽ ഈ ഭൂമിയിലേക്ക് അയച്ച അഭിഷിക്തൻ. അഭിഷിക്തൻ എന്ന വാക്കിന്റെ അർത്ഥം നുഖങ്ങളെ തകർക്കുന്നവൻ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ആ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നമ്മുടെ ബന്ധനങ്ങളെ തകർക്കുവാൻ, നമ്മുടെ ചുമടുകളെ നീക്കുവാൻ, നമ്മുടെ വേദനകളെ നീക്കുവാൻ, രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ. ഇന്ന് രാത്രിയിലും അവിടുത്തെ സാന്നിധ്യം ഉള്ളതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുക. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുക, എനിക്ക് ഈ ക്രൂശിൽ മരിക്കുന്നത് ആരാണെന്നറിയാം. ഐ നോ ദ പേഴ്സൺ ഓൺ ദ ക്രോസ്. അത് രാജാവാണ്, ദൈവപുത്രൻ, ക്രിസ്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്ന എന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നത് തേജസ്സിന്റെ കർത്താവാണ്. രണ്ട്, പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ക്രൂശിൽ ഇത്രമാത്രം പ്രശംസിക്കുന്നതെന്ന് ചോദിച്ചാൽ താൻ പറയും, ഐ നോ ദ പവർ ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിന്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ബലഹീനമാ, നിന്ദ്യമാ, അപമാനമാ, ശാപമാ.
പക്ഷെങ്കിൽ മുഴു ലോകത്തിന്റെ വിമോചനം ഈ ക്രൂശിലായിരിക്കുന്നത്. പഴയ നിയമ ആരാധനക്രമത്തിൽ യഹൂദന്മാർക്ക് 5 വിധ യാഗങ്ങൾ ഉണ്ടായിരുന്നു, 7 പ്രത്യേക പെരുന്നാളുകളുമൊക്കെ. ഈ 5 യാഗങ്ങളുടെയും പരമ്പൊരുളായി യേശു ക്രൂശിൽ മരിക്കുകയാ. മാനവ കുലത്തിന്റെ വിമോചനത്തിനു വേണ്ടി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിന്റെ മരണമാ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരിക്കൽ ഇതുപോലൊരു പെസഹ നാളിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. Behold the Lamb of God who taketh away the sin of the world. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ആരുടെ ചോദ്യമായിരുന്നു? എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ, യുഗങ്ങൾക്ക് പുറകിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, മോരിയ ദേശത്തുള്ള മലയിലേക്ക് കയറി പോകുമ്പോൾ ഇസഹാക്കിന്റെ ചോദ്യമായിരുന്നു തന്റെ പിതാവായ അബ്രഹാമിനോട്, അപ്പാ വിറകും തീയും കത്തിയും ഒക്കെ ഉണ്ടല്ലോ, യാഗത്തിനുള്ള മൃഗം എവിടെയാ? അന്ന് മറുപടി, മകനെ, ദൈവം തനിക്കുള്ള ഹോമയാഗത്തിനുള്ള മൃഗത്തെ കരുതിക്കൊള്ളും. അങ്ങനെ പറഞ്ഞാ പോയത്. പക്ഷെങ്കിൽ ആ ചോദ്യത്തിന്റെ ശരിക്കുള്ള ഉത്തരം എന്തിയെ എന്ന ചോദ്യത്തിന് വേണ്ട എന്ന് പറയുന്നത് പോലെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ഇസഹാക്കിന്റെ മാത്രം ചോദ്യമല്ലായിരുന്നു. യുഗങ്ങളായി, തലമുറകളായി പലവിധ യാഗങ്ങൾ, ഹോമങ്ങൾ, ബലികൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ കഴിച്ച് മനുഷ്യകുലത്തിന്റെ വിമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ച്, ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച മുഴുവൻ മാനവരാശികളെയും അന്തരാളത്തിലെ ചോദ്യമാ ചരിത്രത്തിന്റെ 4 ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചത്. എന്തിയെ? യാഗത്തിനുള്ള മൃഗം എവിടെയാ? ഉത്തരം, യാഗത്തിനുള്ള മൃഗം അത് നസ്രയനായ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക. അന്നും യഹൂദ നഗരം ജനനിബിഡമാ. യെരുശലേം ദേവാലയത്തിലേക്ക് ആളുകൾ പെസഹ ദിവസം ഓരോ ആടിനെ പിടിച്ചോണ്ടാ പോകുന്നത്. അവരോട് പറഞ്ഞത്, ഇതല്ല യഥാർത്ഥത്തിലുള്ള ആട്, ഇതാ ഈ ആടാണ്. ഇവന്റെ ഏക യാഗത്താലാണ് മനുഷ്യകുലത്തിന്റെ വിമോചനം ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി അതുകൊണ്ട് പൗലോസ് പറയുക, എനിക്ക് ആ ക്രൂശിൽ പ്രശംസയുണ്ട്. കാരണം I know the power of the cross. ഈ ക്രൂശിന്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. അവർ കഴിച്ച ഹോമയാഗവും, അവർ കഴിച്ച ദഹനയാഗവും, അവർ കഴിച്ച സമാധാനയാഗവും, അവർ കഴിച്ച പാപയാഗവും, അവർ കഴിച്ച അകൃത്യയാഗവും ഒക്കെ യഹൂദ മതത്തിൽ ആണ്ടിൽ കഴിക്കണമായിരുന്നു. എല്ലാ വർഷവും അവർ ഇത് കഴിക്കണമായിരുന്നു. അവർക്ക് ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്നൊരു ദിവസമുണ്ട്, മഹാപാപ പരിഹാര ദിവസം. അന്ന് 2 ആടിനെയാണ് കൊണ്ടുചെല്ലേണ്ടത്. ഒരാടിനെ അസസ്സയിൽ നിന്ന് ചീട്ട് വീണ ഒരാടുണ്ട്, അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കും. അതിൻ്റെ മേൽ ഈ മനുഷ്യന്റെ പാപമെല്ലാം പറഞ്ഞു ചുമത്തും. എന്നിട്ട് ഈ ആടിനെ നിയോഗിക്കപ്പെട്ട ഒരാളുടെ വേഷം മരുഭൂമിയിലേക്ക് അയച്ചുവിടും. ഈ ആടിങ്ങനെ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഈ ഭക്തനായ മനുഷ്യന്റെ ഉള്ളിലെ സന്തോഷം, എൻ്റെ പാപം ചുമന്നൊഴിച്ചിരിക്കുന്നു. പക്ഷെ അടുത്ത വർഷവും ഇതുപോലെ ആടിനെ കൊണ്ടുവരണം. എന്നാൽ യേശുവിനെ ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുക, ആ ആടിനെ പോലെയല്ല, ഈ ഏക യാഗത്തിലൂടെ എന്നേക്കുമുള്ള പാപ പരിഹാരം വന്നിരിക്കുകയാ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു സുവർണ വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. വിത്ത് വൺ സാക്രിഫൈസ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോറെവർ. ഒരേ ഒരു യാഗം കൊണ്ട് യഹൂദന്മാർ കഴിച്ച 5 യാഗങ്ങളോ ഇവിടുത്തെ ലോകത്തിലെ പല മതങ്ങളും ആവർത്തിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള യാഗങ്ങൾ കൊണ്ടും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരേ ഒരു യാഗം കൊണ്ട് മുഴുവൻ പ്രശ്നങ്ങൾക്കും എന്നേക്കുമായിട്ടുള്ള പരിഹാരം വരുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ആവശ്യത്തിനും ഓരോ സൊല്യൂഷനാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഓരോന്നിനും ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ആണെങ്കിലും ഓരോ സ്പെഷ്യൽ പാക്കേജുകളാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ദൈവത്തിന് ആകെ ഒറ്റ പാക്കേജേ ഉള്ളായിരുന്നു, അതെൻ്റെ പുത്രനെ കാൽവറിയിൽ തരികയായിരുന്നു. ആ ഏക യാഗം കൊണ്ട്, ഒരേ ഒരു യാഗം കൊണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുള്ള സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിന്റെ വിമോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, പാപക്ഷമയ്ക്ക് വേണ്ടി, ശാപത്തിന്റെ മോചനത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടിയിരിക്കുന്നില്ല. എല്ലാം അവിടെ കാൽവറിയിൽ ചെയ്തു തീർത്തു. ആ യേശുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിടുതൽ അനുഭവിക്കുവാൻ കഴിയും. പൗലോസ് പറയും, അതുകൊണ്ട് ഐ നോ ദ പവർ ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിന്റെ ശക്തി എന്നാണെന്ന് എനിക്കറിയാം. ഈ ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ലിബർട്ടി എന്ന സ്വാതന്ത്ര്യം.
എന്തൊക്കെ മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ആ ലേഖനത്തിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. മനുഷ്യകുലത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന പിടിച്ചു വച്ചിരുന്ന സകല മുഖങ്ങളിൽ നിന്നുമുള്ള വിടുതൽ അത് ക്രൂശിലൂടെ സാധ്യമായിരിക്കുക. അത് പാപമായിക്കൊള്ളട്ടെ, അത് രോഗമായിക്കൊള്ളട്ടെ, നിങ്ങളെ തലമുറകളായി അലട്ടുന്ന ശാപമായിക്കൊള്ളട്ടെ, ജീവിത ഭാരങ്ങളായിക്കൊള്ളട്ടെ, കടബാധ്യതകളായിക്കൊള്ളട്ടെ, എന്തെല്ലാം ജീവിതത്തെ നിങ്ങളെ തകർത്തു വെച്ചിരിക്കുന്നു, പിടിച്ചു വെച്ചിരിക്കുന്നു, അതിൽ നിന്നുള്ള ആത്യന്തികമായ വിമോചനം അത് കാൽവറിയിലെ ക്രൂശിലൂടെ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നതിനായി ഇന്ന് രാത്രിയിൽ ഞാനും പൗലോസ് അപ്പോസ്തലനോട് കൂടെ ചേർന്ന് പറയുക, I know the power of the cross. ആ ക്രൂശിന്റെ ശക്തി തിരിച്ചറിഞ്ഞവരെ വിളിക്കുന്ന ദൈവമക്കൾ. ഇതുപോലെ സമയം വ്യയം ചെയ്തും അധ്വാനിച്ചും ആരോഗ്യം ചെലവഴിച്ചും കയ്യിലുള്ള പണം ചെലവഴിച്ചും ഒക്കെ ഇങ്ങനെ ഈ സുവിശേഷം പറയുന്നതിന്റെ കാരണം ഈ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവശക്തിയാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ബഹുമാന്യനായ മനുഷ്യൻ പറഞ്ഞു, പെന്തക്കോസ്തുകാർ കാശ് കൊടുത്ത ആളുകളെ മതം മാറ്റുകയാണെന്ന്. സത്യത്തിൽ കാശ് കൊടുത്താലൊന്നും ആരും മാറത്തില്ല. ഇതൊരു ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, രോഗത്തിന്റെ പിടിയിൽ നിന്ന്, നിരാശയുടെ നീർച്ചുഴിയിൽ നിന്ന്, ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന്, മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും എത്ര പണം മുടക്കിയിട്ടും ഏതെല്ലാം തരത്തിലുള്ള പ്രതിവിധികൾ നടത്തിയിട്ടും ഏതെല്ലാം ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയിട്ടും പരിഹാരം വരാതിരുന്നവർ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ക്രൂശിൽ ആശ്രയിച്ച് ആ ക്രൂശിലേക്ക് അടുത്ത് ചെന്നപ്പോൾ അവിടെ സൗഖ്യം പ്രാപിച്ചു, സമാധാനം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു. ഇത് രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. ഇത് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ഈ സുവാർത്ത നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നത്. ക്രൂശിലൂടെ രക്ഷ എന്ന് പറയുന്ന ദൈവിക പദ്ധതി എന്നേക്കുമായിട്ട് നിവൃത്തിയാകുകയായിരുന്നു. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് യേശുവിന്റെ ക്രൂശീകരണവും അതിനെക്കുറിച്ചുമുള്ള ഒരു 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 പ്രാവചനിക സന്ദേശം. അവിടെ ചോദിക്കുക, പ്രവാചകൻ ചോദിക്കുക, നീതിയെ അരുളി ചെയ്യുന്ന, രക്ഷിപ്പാൻ വല്ലഭനായിരിക്കുന്ന നിന്റെ വസ്ത്രം എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? താൻ പറയുന്നു, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് വിചാരണ ചെയ്തിട്ട് തന്നെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് പിലാത്തോസ് അവനെ കൽത്തളത്തിലേക്ക് അടിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തു. അതിനു മുമ്പായി ഹെരോദ രാജാവിന്റെ അരികിലേക്ക് വിട്ടു. ഹെരോദ രാജാവും യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന യേശുവിലൂടെ ഒരു മാജിക്ക് കാണുവാൻ പുള്ളി ഇഷ്ടപ്പെട്ടത്. ഒരിക്കൽ താൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. യേശു എന്നാ പറഞ്ഞത്, ആ കുറുക്കനോട് പോയി പറഞ്ഞേരം, എൻ്റെ സമയമായിട്ടില്ലെന്നാ. യേശുവിലൂടെ എന്തെങ്കിലും അത്ഭുതം കാണാനാ താൻ ആഗ്രഹിച്ചു. അവിടെ ചെന്നിട്ടും യേശു അത്ഭുതമൊന്നും ചെയ്തില്ല. താൻ ഒരു ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് യേശുവിനെ തിരിച്ചയച്ചു. പിലാത്തോസ് അവനെ അടുപ്പിച്ചു വിടാൻ വേണ്ടി ഗബദ എന്ന കൽത്തളത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ഒന്നുകുറെ 40 അടി അതിക്രൂരമായ താണ്ഡനം. സാധാരണഗതിയിൽ ആ അടിയേറ്റ ആളുകൾ മൊഹാലസ്യപ്പെട്ട് വീഴുകയോ അവിടെ മരിച്ചു വീഴുകയോ ചെയ്യുന്നതാണ് പതിവ്. യേശുവിന്റെ മാംസമെല്ലാം അവിടെ തെറിച്ചു വീണു. രക്തം കട്ടകട്ടയായിട്ട് ഒഴുകി ഒരസ്ഥിയിൽ നിന്ന് അടുത്ത അസ്ഥിയിലേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നു. ആ ഏത് ശിലാഹൃദയവും തകർന്നു പോകുന്ന ആ ഭീകര കാഴ്ച കണ്ടാൽ ആരുടെയും ഹൃദയം തകരും എന്ന് ആളുകൾക്ക് മനസ്സിലായി. അതിന് പകരമായിട്ടാണ് അവനെ ഒരു രക്താംബരം ധരിപ്പിച്ച് പിലാത്തോസിന്റെ അരികിലേക്ക് തിരിച്ചുവിടുന്നു. പിലാത്തോസ് ആ മനുഷ്യനെ കണ്ടിട്ടാ പറഞ്ഞത്, ഇതാ ആ മനുഷ്യൻ. ഏത് മനുഷ്യനാ? നമ്മൾ പാടുന്നത് പോലെ കാട്ടുചെന്നായി കൂട്ടമായി ഒരാടിനെ പിടിച്ചതുപോലെ കൂട്ടമായി നിന്ന് ദുഷ്ടരടിച്ചപ്പോൾ തകർന്ന ആ ശരീരവുമായിട്ട് തിരിച്ചു വരിക. ഇത് കണ്ടിട്ടെങ്കിലും അവരുടെ മനസ്സലിയുമെന്ന് കരുതി. പക്ഷെങ്കിൽ അവരുടെ മനസ്സലിഞ്ഞാൽ അവർ പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കുക, യേശുവിനെ ക്രൂശിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് ലോക ചരിത്രത്തിന് പറ്റിയൊരു അബദ്ധമല്ലായിരുന്നു, ദൈവത്തിന്റെ നീതിയുടെ നിവർത്തീകരണമായിരുന്നു. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് തന്റെ ജീവനെ അർപ്പിക്കുന്നു. ക്രൂശിൽ താൻ അവസാനമായി പറയുക തന്റെ സെക്കൻഡ് ലാസ്റ്റ് മൊഴി, സകലവും നിവൃത്തിയായി. എന്തൊക്കെ പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ച് അയച്ചാണോ വിട്ടത്? ഒരു പടയാളി, ഒരു റോമൻ ജനറൽ താൻ യുദ്ധം ജയിച്ചതിന്റെ പ്രഖ്യാപനം അവിടെ കേട്ടത് തന്റെ ഒരു നിലവിളിയല്ല, യേശുവിന്റെ ദീനരോധനമല്ല. ചില ആളുകളെങ്കിലും ഇപ്പോഴും ചോദിക്കാറുണ്ട്, ക്രൂശിൽ നിന്ന് തന്നെ താൻ രക്ഷിക്കാൻ കഴിയാത്ത ഈ യേശുവിന് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത്?
സ്വയം രക്ഷിക്കാൻ കഴിയാതെ പോയ ഒരു ബലഹീനനല്ലായിരുന്നു, ഒരു ബലഹീനന്റെ നിലവിളിയുമല്ലായിരുന്നു, ഒരു വിജയാളിയുടെ വിജയഭേരിയായിരുന്നു. സകലവും നിവൃത്തിയായി മനുഷ്യകുലത്തിന്റെ വിമോചനത്തിനായി രക്ഷയ്ക്ക് വേണ്ടി ഇനി യാതൊന്നും ചെയ്യേണ്ടിയിരിക്കുന്നില്ല. നിങ്ങൾ യാത്ര ചെയ്യേണ്ട, തർപ്പണങ്ങൾ അർപ്പിക്കേണ്ട, ബലിയർപ്പിക്കേണ്ട, കാഴ്ചകൾ വെക്കേണ്ട, നൈവേദ്യങ്ങൾ അർപ്പിക്കേണ്ട, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ആ മാത്രയിൽ വിശ്വസിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് നിത്യജീവൻ രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക, നമ്മുടെ സമയം വളരെ മുമ്പോട്ട് പോകുന്നല്ലോ. പൗലോസ് പറയാ, ഐ നോ ദ പവർ ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിലൂടെയാണ് രക്ഷ വന്നത്. ക്രൂശ് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ക്രൂശിൽ മരിച്ചവൻ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവൻ നമ്മുടെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് മരിക്കുകയാ. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വ്യാധികളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവന്റെ മേലായി. അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മെ തകർക്കുവാനല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒരുപക്ഷെങ്കിൽ കേട്ടിട്ടുള്ള ഭീഷണിയും ഭീതിയും അതേ ആയിരിക്കും. നിന്നെ ഞാൻ തകർത്തു കളയും, നിന്നെ ഞാൻ മുടിച്ചു കളയുമെന്നൊക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ അവനെ തകർത്തു കളയാൻ എന്തിനാണെന്നറിയാമോ? നമ്മെ തകർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ല. അതിന് പകരമായി യേശുവിനെ തകർത്തു കളയുവാൻ വചനം തുടരുകയാ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൊരിന്ത്യയിലെ പൗലോസ് അപ്പോസ്തലൻ പറയാ, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി ദൈവം അവനെ പാപമാക്കി, പാപം അവന്റെ മേൽ ചുമത്തി. നമുക്കറിയാം, നാം ചെയ്തിട്ടില്ലാത്ത കുറ്റം ഒരാൾ നമ്മുടെ മേൽ പറഞ്ഞു ചുമത്തുമ്പോൾ, നമ്മുടെ മേൽ ആരോപിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം തകർന്നു പോകുമെന്ന്. ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും ഇതുവരെ ജനിച്ചിട്ടുള്ള മനുഷ്യന്റെയും ഇനി ജനിക്കാൻ പോകുന്ന എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് നമുക്കറിയത്തില്ലല്ലോ. അത് മുഴുവൻ യേശുവിന്റെ മേൽ ചുമത്തി ഗെത്സമനയിൽ വെച്ച് താൻ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. പെട്ടെന്ന് തന്നെ പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മനസ്സോടെ ആ ശാപം മരത്തിലേക്ക് പോകുകയായിരുന്നു. യെരൂശലേമിന്റെ തെരുവിലൂടെ അവൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും പാപവും ശാപവും രോഗവും നിന്നയും വഹിച്ചു കൊണ്ടുപോകുകയായിരുന്നു. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള തിന്മകൾ കടിമകളാണെങ്കിലും അതിൽ നിന്ന് വിടുവിക്കേണ്ടതിനു വേണ്ടി അതും ചുമന്നുകൊണ്ട് ജെറുസലേമിന്റെ തെരുവിനപ്പുറത്തേക്ക് ഗിബയ്ക്ക് പോകുന്ന ആ പ്രധാന രാജവീതിയുടെ ഒരു ഓരത്തുള്ള ആ കുന്നിന്റെ മുകളിൽ താൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി അർപ്പിക്കുക. പൗലോസ് പറയുക, അത് ഞാൻ പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു പറയാൻ കാരണം, ഐ നോ ദ പർപ്പസ് ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ഇത് വെറുതെ ഉയർന്ന ഒരു ക്രൂശല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന് വിരോധമായി ഇടപെട്ട ഒരു മനുഷ്യനെ ക്രൂശിച്ചെന്ന് സന്തോഷമാണ്. പക്ഷെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുകയായിരുന്നു. റോമാലയത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് എന്ന ഡെമോൺസ്ട്രേഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? വഴിയിലൊക്കെ വാഹനമൊക്കെ ആയിട്ട് നിന്നിട്ട് ആ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് നമ്മളെ ഇത് ആളുകൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് പോലെ ക്രൂശിൽ തന്റെ മകനെ, തന്റെ പുത്രനെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യായിരുന്നു. ദൈവം അത് വിശദീകരിച്ചായിരുന്നു. മകനെ, മകളെ, ഞാൻ ഇങ്ങനെയാ നിന്നെ സ്നേഹിച്ചത്. ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എനിക്ക് വേണ്ടി കരുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ക്രൂശ് വിളിച്ചു പറയുന്നത് ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ ദൈവം സ്നേഹിച്ചത്? തന്റെ ഒരേ ഒരു പുത്രനെ കാൽവരി ക്രൂശിൽ മരിക്കുവാൻ വിട്ടുതന്നുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുകയായിരുന്നു. ആ സ്നേഹം താൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പം യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നാ വായിക്കുന്നത്. എപ്പോഴാ? കാലത്തിന്റെ സമ്പൂർണതയിൽ. എങ്ങനെ അയച്ചു? സ്ത്രീയുടെ സന്തതിയായിട്ട് അയച്ചു. പിതാവായ ദൈവം നമ്മൾ ഏദനിൽ മുഴങ്ങിക്കേട്ട ഒരു വാഗ്ദത്തമുണ്ട് 3-ാം അധ്യായത്തിൽ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ വാഗ്ദത്തം അതുപോലെ പൂർത്തിയാക്കിയ കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ചരിത്രവും കാലവും സമയവും ഭരണവുമെല്ലാം ഒരുപോലെ അനുകൂലമായി വന്നൊരു ഘട്ടത്തിൽ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. യേശു വരുവാനുള്ള ഒരുക്കം കാലം പൂർത്തിയായപ്പോൾ ദൈവം തന്റെ മകനെ അയച്ചു. എങ്ങനെ അയച്ചു? താൻ വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ സ്ത്രീയുടെ സന്തതിയായിട്ട് അയച്ചു. ഈ രക്ഷയുടെ സമയമായപ്പം യേശുവിനെ മാറ്റി നിർത്തിട്ട് വേറൊരാളെ വിടുകയല്ലായിരുന്നു.
റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ നമുക്ക് വളരെ ആശ്വാസം തരുന്ന, ദൈവവചനം കേൾക്കുകയും വായിക്കുകയും അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യാശ നൽകുന്ന ഒരു വചനം 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാ: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? അതിന് ഇംഗ്ലീഷ് പരിഭാഷ സ്വന്തം പുത്രനെ സ്പെയർ ചെയ്യാതിരുന്നവൻ മാറ്റിവെക്കാതെ ഈ ലോകത്തിന്റെ രക്ഷയുടെ സമയമായെന്നറിഞ്ഞപ്പോൾ കാൽവരി ഏദനിൽ വെച്ച് വാഗ്ദത്തം ചെയ്തതുപോലെ സ്വന്തം പുത്രനെ വിടാതെ പകരം മറ്റൊരാളെ വിടുകയില്ലായിരുന്നു. യേശുവിനെ തന്ന ദൈവം അതോടുകൂടെ ഇന്ന് രാത്രി ഞാനൊരു ഉറപ്പുടെ തരാം: അവനോടുകൂടെ നിങ്ങൾക്ക് സകലതും നൽകാതിരിക്കുമോ? നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ? ഞങ്ങളുടെ സഹോദരന്മാരുമാക്കി കൂടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ നമ്മുടെ ഒരു നല്ല ഷർട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ യേശു അല്ലേ വലുത്? നമുക്കൊരു നല്ല വീടുണ്ടെങ്കിൽ ആ വീടിനെ കഴിച്ചും കമ്പയർ ചെയ്താൽ യേശു അല്ലേ വലുത്? അത് തരാൻ ദൈവത്തിനും മടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വസ്ത്രം തരാനോ, നമുക്ക് നല്ലൊരു പാർപ്പിടം തരാനോ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനോ ദൈവത്തിന് കഴിയാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ തരുവാൻ ദൈവത്തിനും മടി തോന്നിയില്ല. കാലത്തിന്റെ സമ്പൂർണതയിൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ദൈവം തന്റെ പുത്രനെ നിയോഗിച്ചയച്ചു. എന്തിനു വേണ്ടിയെന്നറിയാമോ? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ. വിലയ്ക്ക് വാങ്ങിയിട്ട് അവർക്ക് പുത്രത്വം നൽകി കൊടുക്കേണ്ടതിന് വേണ്ടി. പുത്രത്വം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഒരു വിലയേറിയ ഒരു ഉപദേശ ഭാഗമാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമായി മാറി ആ കുടുംബത്തിലെ അവകാശം നമുക്ക് തരുവാൻ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവെന്നൊക്കെയാ വിശുദ്ധ ബൈബിൾ അതിനെ പറയുന്നത്. അന്യനും പരദേശം എന്നുള്ള മേലെഴുത്ത് മായിച്ചിട്ട് പുത്രത്വം നൽകി തരുവാൻ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിൽ നമ്മെ വിലക്ക് വാങ്ങുവാൻ യേശുവിനെ ദൈവം അയക്കുമ്പോൾ ഈ ക്രൂശിന്റെ ഉദ്ദേശം ശാപത്തിൽ നമ്മെ വിലക്ക് വാങ്ങുവാൻ. ഗലാത്യ ലേഖനം 3-ന്റെ 13-14 വാക്യങ്ങൾ അതാണ് നമ്മൾ നേരത്തെ ഓർപ്പിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് വരുമാറ് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതിലൂടെ എന്ത് കിട്ടി? അബ്രഹാമി അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ആത്മാവെന്ന വാഗ്ദത്തം നമുക്ക് നൽകി തരികയും ചെയ്തു. 2 കാര്യം സംഭവിച്ചു പ്രിയപ്പെട്ടവരെ. ക്രൂശിലെ മരണത്തിന്റെ 2 എഫക്റ്റ് പൗലോസ് അപ്പോസ്തലൻ ഈ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ പറയുക. 1, ന്യായപ്രമാണത്തിന്റെ ശാപത്തെ മുഴുവൻ ക്യാൻസൽ ചെയ്തു. എന്തെല്ലാം ഉണ്ടായിരുന്നോ അത് മുഴുവൻ ക്രൂശിലെ തന്റെ മരണത്തിലൂടെ ക്യാൻസൽ ചെയ്തു. അതിന്റെ ഇഫക്റ്റ് നഷ്ടപ്പെടുത്തി. മാത്രമല്ല, വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനത്തിലൂടെ അബ്രഹാമി അനുഗ്രഹങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ ബൈബിൾ വായിച്ചിട്ടുള്ളവരാണ്. എന്നെ കേൾക്കുന്നവർ ബൈബിൾ വായിച്ചിട്ടുള്ളവരാണെന്നറിയാം. അബ്രഹാമിന് കൊടുക്കുന്ന അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ എഴുതിയിരിക്കുക. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ അബ്രഹാമി അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിലൂടെ വരേണ്ടതിന് വേണ്ടി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ശാപത്തിന്റെ കീഴിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് ആളുകൾ പറഞ്ഞു കാണുമായിരിക്കാം, വിട്ടുമാറാത്ത ശാപങ്ങൾ, പാരമ്പര്യ ഭാരങ്ങൾ നിങ്ങളെ അലട്ടുന്നതെന്നാൽ യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തിന്റെ അഭിഷേകത്തിൽ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തുവിലൂടെ ആ ശാപത്തിന്റെ കടുങ്കട്ടിനെ പൊട്ടിച്ചു കളഞ്ഞ് അബ്രഹാമി അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇത് രാത്രി പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ പൗലോസ് പറയാ, ഐ നോ ദ പർപ്പസ് ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിന്റെ ഉദ്ദേശം എനിക്കറിയാം. ഇതെന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ളതാ. താനൊരു മതഭ്രാന്തനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, അന്ന് ക്രിസ്ത്യാനി ഒന്നും പേരൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഈ മാർഗക്കാർ, ഈ വിശ്വാസക്കാരെന്നൊക്കെയാ. അങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാരെ ബന്ധിച്ച് അവരെ കൊണ്ടുവരുവാനും വേണ്ടി കെട്ടിയിടുവാനും അവരെ ഉപദ്രവിക്കുവാനും ഒക്കെയുള്ള അധികാരപത്രം വാങ്ങിച്ചുകൊണ്ടാണ് താൻ പുറപ്പെട്ടു പോയത്. പലവട്ടം താൻ തന്റെ ആ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാ ദമസ്കോസിന്റെ വാതിക്കൽ വെച്ച് താൻ യേശുവിനാൽ പിടിക്കപ്പെടുന്നത്. താൻ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തിയ ശേഷമായി തന്റെ എല്ലാ പ്രശംസയും മാറ്റിവെച്ചിട്ട് ഇപ്പൊ പറയുക, എന്നെ വീണ്ടെടുത്ത തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യേശുവിനെ കുറിച്ച് ഇപ്പോൾ ലജ്ജ തോന്നുന്നില്ല, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നില്ല, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഏതാണ്ട് താൻ പറയുക, ആ തിമോഥെയോസിനുള്ള 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പറയുക, എന്തൊക്കെയാ? അവൻ എന്നെ രക്ഷിച്ചു,
മരണഭീതി മാറ്റി ഈ സുവിശേഷത്തിന്റെ പ്രസംഗിയും അപ്പോസ്തലനുമായി എന്നെ നിയോഗിച്ചു. അതുകൊണ്ട് ഞാനിതൊക്കെ സഹിക്കുക. എനിക്ക് ലജ്ജ തോന്നുന്നില്ല. അതിന്റെ കാരണം യേശു എന്നെ വിടുവിച്ചു. ആ ക്രൂശിന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിലൂടെയും നിവൃത്തിയായി. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോടൊന്ന് ഇതിനോടനുബന്ധിച്ച് പറയുവാൻ താല്പര്യമുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുക, ഐ നോ ദ പ്രോമിസ് ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിൽ ഞാൻ പ്രശംസിക്കാനുള്ള നാലാമത്തെ കാരണം എന്താണെന്നറിയാമോ? ഈ ക്രൂശിൽ നിന്നുള്ള വാഗ്ദാനം എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ മുമ്പേ ഒരു മനുഷ്യനെ കുറിച്ച് വായിച്ചില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടി ഓർക്കണമേ. യേശു കർത്താവ് അവനോട് പറയുന്നത്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അതാ ക്രൂശിന്റെ വാഗ്ദത്തം. നാളെയല്ല, എപ്പോഴാണ് യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയുന്നത്? യേശുവിനെ രാജാവായി, ജീവിതത്തിന്റെ അധിപതിയായി, കർത്താവായി സ്വീകരിക്കാൻ കഴിയുന്നത് ആ നിമിഷം മുതൽ നമ്മൾ ദൈവമക്കളായി തീരുകയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ പറുദീസയിൽ എന്നോടുകൂടെ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് ചെന്നു എന്നും അതിനുശേഷമായി താൻ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നൊക്കെ ബൈബിളിലൂടെ തിരുവധി വാക്യങ്ങളിലൂടെ നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ അതോ ഭാഗത്തേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് പോയി അവർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് നമ്മൾ എഫീസ്യ ലേഖനത്തിൽ വായിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ പറയുക, അവൻ അതോ ഭാഗത്തേക്ക് ഇറങ്ങി അവിടെ ചെന്ന് ബദ്ധന്മാരോട് സുവിശേഷം പറഞ്ഞു. എന്താ അവൻ പറഞ്ഞ സുവിശേഷം എന്നറിയാമോ? മരണം നീങ്ങി ജയം വന്നിരിക്കുകയാണ്. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ മരണത്തെയും അടക്കത്തെയും അതിലൂടെ ഉണ്ടാകുന്ന ഉയർപ്പിനെയും കുറിച്ച് ഒരു പ്രവചനം നടത്തി. അത് 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാ. അത് പറയുന്നത്, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി, എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് തുടച്ചു കളഞ്ഞ് തന്റെ ജനത്തിന്റെ നിന്ന സർവ്വഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. അതിന്റെ അടുത്ത വാക്യം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവൻ എത്ര രക്ഷകൻ, ഇവനെ എത്ര നമ്മൾ കാത്തിരുന്നത്, ഇവന്റെ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കാം. അവിടെ ആർത്തുഘോഷത്തോടെ അവർ പറയുക, ഇവനാണ് രക്ഷകൻ, ഇവനെയാണ് നമ്മൾ കാത്തിരുന്നത്. ചരിത്രത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. യേശു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു, മരണം മാറിയിരിക്കുകയാ, ജയം വന്നിരിക്കുകയാ എന്ന വചനം ഇപ്പോൾ നിവൃത്തിയായിരിക്കും. മരണത്തെ മരണം കൊണ്ട് പരാജയപ്പെടുത്തി. ഇവിടെ കർത്തൃദാസൻ വിജയ് ബ്രദർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, മരണത്തിന്റെ മുഖത്ത് ചവിട്ടിയവൻ യേശു മാത്രമാ. ഒരിക്കൽ ഒരു മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ആ മരണസമയത്ത് ആളുകളോട് ചോദിച്ചൊരു ചോദ്യം, ഈ മരണത്തിന് മാത്രം ഒരു മരണമില്ലേ? എന്നാൽ മരണത്തിന്റെ മരണക്കുറിപ്പ് എഴുതിയ മരണമായിരുന്നു യേശുവിന്റെ മരണം. അതിലൂടെ മരണത്തെ എന്നേക്കുമാക്കി നീക്കി. എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, മരണാധികാരിയായ പിശാചിനെ സ്വന്തം മരണം കൊണ്ട് നീക്കി നിത്യം മരണഭീതിയുടെ അടിമകളായിരുന്നവരെ വിടുവിച്ചവൻ പുറത്തു കൊണ്ടുവന്നു. അവിടെ ചെന്ന് പറഞ്ഞു, മരണത്തെ സദാകാലത്തേക്ക് നീക്കിയിരിക്കുക. മരണത്തെ നീക്കി എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീര് തുടച്ചു കളഞ്ഞിരിക്കുന്നു. തന്റെ ജനത്തിന്റെ നിന്ന സർവ്വഭൂമി നീക്കിയിരിക്കുക. അതുവരെ കേട്ടുകൊണ്ട് ഏറ്റുപാടി, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. അതാ ഉയർപ്പിന്റെ ദിവസം നമ്മൾ കേൾക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് ഉറപ്പിച്ചു പറയുന്നു, ഹേ മരണമേ നിന്റെ ജയമെവിടെ. മരണം പിടിച്ചു വെച്ചിരുന്നവർ അവർക്ക് പിടിച്ചു വെക്കുവാൻ കഴിയാതെ വണ്ണം യേശു ഉയർത്തെഴുന്നേറ്റ് പത്രോസിന്റെ ആദ്യത്തെ പ്രഭാഷണം. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറയുമ്പോൾ പറയുന്നൊരു കാര്യം, മരണഭാഷങ്ങൾക്ക് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തെ മരണം കൊണ്ട് പരാജയപ്പെടുത്തിയിട്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിലേക്ക് പോയി അവർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന തിരുവെടുത്ത് പറഞ്ഞു. എന്താ ദാനം? റോമാലേഖനത്തിൽ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമാ, ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ എന്ന ദാനം അവർക്ക് നൽകി കൊടുത്തുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയാ. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിൽ നിന്ന് ഞാൻ നിങ്ങൾ കേൾക്കുന്നത് പൗലോസ് പറയും. അതുകൊണ്ട് എനിക്ക് ഈ ക്രൂശിൽ വളരെ പ്രശംസയുണ്ട്. അതിന്റെ കാരണം ഇവിടെ നിന്ന് മുഴങ്ങുന്ന പ്രതീക്ഷ, ഇവിടെ നിന്ന് പറയുന്ന വാഗ്ദത്തം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഇന്ന് നിന്റെ കുടുംബത്തിന് മാറ്റമുണ്ടാകും. ആർക്കൊക്കെ യേശുവിനെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാൻ കഴിയും? താൻ പറയുക, എനിക്ക് എൻ്റെ യഹൂദമതത്തിൽ വലിയ പ്രശംസ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ എനിക്ക് പ്രശംസ തോന്നി. പക്ഷേ ഇപ്പൊ ക്രൂശിലേക്ക് നോക്കുമ്പോൾ I know the person on the cross. ഈ ക്രൂശിൽ മരിക്കുന്നതിന് അവനെ നോക്കുമ്പോൾ എൻ്റെ പ്രശംസകളെല്ലാം തീർന്നു പോകുക. ആരായി മരിക്കുന്നത്? രാജാധി രാജാവ് എനിക്ക് വേണ്ടി
ഒരു പ്രജയ്ക്ക് വേണ്ടി ഒരു രാജാവും മരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലായിരിക്കും. എന്നാൽ യേശു എന്ന രാജാധി രാജാവ് തൻ്റെ ജനത്തിനു വേണ്ടി, സകല ലോകത്തിനു വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുകയാണ്. താൻ പറയുന്നു, എനിക്ക് ഈ ക്രൂശിൽ പ്രശംസയുണ്ട്, കാരണം ഐ നോ ദ പവർ ഓഫ് ദി ക്രോസ്. ഈ ക്രൂശിന്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. അത് രക്ഷിക്കുന്ന ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, റോമാ സാമ്രാജ്യം അവരുടെ ആയുധബലത്തിലും അവരുടെ ഭരണ മികവിലും ഊറ്റം കൊണ്ടവരാ. പക്ഷെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നത് സമൂഹത്തിന്റെ ദുഷ്ടതയുടെ വലിയ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു റോമാ നഗരമെന്ന്, റോമാ ഭരണമെന്നാണ്. അവർ ബലഹീനമായിരുന്നു. ആ പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നത്, ഇത് രക്ഷിക്കുന്ന ശക്തിയാ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന, പാപത്തിന്റെ അധീനതയിൽ നിന്ന്, രോഗത്തിന്റെ പിടിയിൽ നിന്ന്, ശാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ജീവിത തകർച്ചയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി അത് പ്രദർശിപ്പിക്കപ്പെട്ടത് കാൽവരിയിലെ ക്രൂശില. ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും രോഗികളോ, ദുഃഖിതരോ, ക്ഷീണിതരോ, തകർന്നവരോ, നിരാശരോ, ഭാരം അനുഭവിക്കുന്നവരോ, എത്രയോ തവണ പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിത പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ, പിന്നെയും പിന്നെയും കര കാണാൻ കഴിയാതെ അതിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവെന്ന രക്ഷകനിലേക്ക് വരൂ. അവന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും, അവന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, അവന് നിങ്ങൾക്ക് ബലം പകരുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളെ പണിയുവാൻ. Glory to the name of the Lord. പൗലോസ് പറയാ, എനിക്ക് ഈ ക്രൂശിന്റെ ഉദ്ദേശം അറിയാം, ഇതെന്നെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് നമ്മൾ ഗ്രഹിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു കാര്യം, യേശു താൻ ചെയ്ത കുറ്റത്തിന് വേണ്ടിയിട്ടല്ല ശിക്ഷ അനുഭവിച്ചത്. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? അവർക്കാർക്കും കഴിഞ്ഞില്ല. യേശുവിനെ വിചാരണ ചെയ്ത യഹൂദ കോടതി, പിലാത്തോസിന്റെ കോടതി, ഇവരെല്ലാം പറഞ്ഞു അവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം വായിക്കുമ്പം ഹെരോദാവ് പറയുന്ന അവനിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പിലാത്തോസ് പറയും, അവൻ കുറ്റമൊന്നും കാണാഞ്ഞത് കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വിട്ടത്. പിലാത്തോസിന് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ ക്രൂശീകരണത്തിന്റെ ആ എക്സിക്യൂഷൻ, ആ കാര്യം ഔദ്യോഗികമായി നിർവഹിച്ച ശതാധിപൻ പറയുന്നു, ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പറയുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. യേശുവിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിലാത്തോസിന്റെ ഭാര്യ ഒരു കത്തയക്കുന്നു. ആ കത്തിൽ പറയുന്നു, ഈ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. കുറ്റമില്ലാത്തവൻ, നീതിമാൻ, ഒരു പാപവും ചെയ്യാത്തവൻ പിന്നെ എന്തിനു മരിച്ചു? റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് പകരമായിട്ട് അവൻ മരിക്കുകയായിരുന്നു. മരിക്കേണ്ടത് വാസ്തവത്തിൽ പാപത്തിന്റെ ശിക്ഷാവിധി നമ്മുടെ മേലാണ് നിന്നത്. ആ ശിക്ഷാവിധിയെ അവൻ എടുത്തു മാറ്റി റോമാലേഖനം ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ കഴിയുന്ന ദൈവമക്കളെ, ഒരു പക്ഷെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളോട് ആളുകൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, പരമ്പരാഗതമായ ഏതോ ശാപമോ ഏതോ ശിക്ഷാവിധിയുടെ കീഴിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ശരിയായിരിക്കാം, എന്നാൽ യേശുവിന്റെ അരികിലേക്ക് വരൂ. ഇന്ന് രാത്രിയിൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നിത്യസമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ക്രൂശിൽ നിന്നുള്ള ആ വാഗ്ദത്വം, ഇന്ന് നീ എന്നോട് കൂടി പ്രതീക്ഷയിലിരിക്കും എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് എന്നത് മാറ്റിവെക്കുന്നില്ല, ഇന്ന് തന്നെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദ കാലം. നിങ്ങൾ ജീവിതത്തിൽ വാസ്തവമായി ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതിയൊന്ന് മാറണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ഈ ഗ്രൗണ്ടിലല്ലായിരിക്കാം, ഈ ശബ്ദത്തിന്റെ സീമയിൽ എവിടെയെങ്കിലും ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് കർത്താവിലേക്ക് ഒന്ന് കൊടുക്കാമോ? രോഗികളായിരിക്കുന്നെങ്കിൽ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ, വല്ലഭനായിരിക്കുന്നവൻ, അവിടുത്തെ സാന്നിധ്യം ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗത്താൽ ദുഃഖിതരായിരിക്കുന്നെങ്കിൽ, ക്ഷീണിതരായിരിക്കുന്നെങ്കിൽ, ഈ രാത്രിയിൽ കർത്താവിന് നിങ്ങളെ വിടുവിപ്പാൻ മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. ആർക്കെങ്കിലും പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിയിൽ വാസ്തവമായ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,